ഓ, സ്കൂളിൽ നിന്ന് വന്ന് കേറിയില്ല, അതിനു മുമ്പേ തുടങ്ങിയോ ബഹളം? എന്താ കാര്യം? അമ്മേ, എന്നെ എന്തിനാ സ്കൂളിൽ വിടുന്നേ? അതെന്ത് ചോദ്യം? സ്കൂളിൽ പോകുന്നത് പഠിക്കാനല്ലേ? ആണല്ലോ. എന്നാൽ ഇന്നാ രമ ടീച്ചർ എന്നെ കൊണ്ട് വേസ്റ്റ് വെറുപ്പിച്ചു. കച്ചറ വെറുക്കലോ? എന്തെന്നാ നീ പറയുന്നേ? ആ അമ്മേ, മറ്റു കുട്ടികൾ തിന്ന ബിസ്ക്കറ്റ് കവറുകളും മുട്ടായി കവറുകളും എല്ലാം എന്നെ കൊണ്ടാ വെറുപ്പിച്ചേ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ സ്കൂളിൽ പോകുന്നില്ല അമ്മേ. നോക്കിക്കോ. ഓ പിന്നെ സ്കൂളിൽ പോവൂല, അവന്റെ ഒരു പൂതി. പിന്നെ അല്ലാണ്ട് ഞാൻ നാളെ സ്കൂളിൽ പോകണമെങ്കിൽ അമ്മ ഇപ്പം തന്നെ ആ ടീച്ചറിനെ വിളിച്ചിട്ട് ഒരു വാണിംഗ് കൊടുക്കണം. ഞാൻ ഇപ്പം തന്നെ വിളിക്കാം. ഫോൺ എവിടെ? ഇത്ര വലിയ ഫീസ് കൊടുത്ത് ഞാൻ എൻ്റെ മകനെ സ്കൂളിൽ അയക്കുന്നത് വേസ്റ്റ് വെറുക്കാനാണോ? ചോദിച്ചിട്ട് തന്നെ കാര്യം. നീയോ അവന്റെ താളത്തിനൊത്ത് തുള്ളുന്നാ? ശരിയായ കാരണം അറിയാതെ ടീച്ചറെ വിളിക്കുന്നത് ശരിയാടോ? പിന്നെ അല്ലാണ്ട് ഇവിടുന്ന് പോലും ഞാൻ അവനെ കൊണ്ട് എന്തെങ്കിലും ജോലി ചെയ്യിക്കുന്നത് അമ്മ കാണാറുണ്ടോ? അസലായി, നീ തന്നെ ഇത് പറയണോ? പണ്ട് നീ ഇവന്റെ പ്രായത്തിൽ സ്കൂളിൽ പോകുമ്പോൾ ഒരു കെട്ട് ചൂലും കുറേ പഴന്തൊടിയൊക്കെ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? ആ കാലമാണോ അമ്മ ഇപ്പോ? കാലത്തിനെന്താ കുഴപ്പോ? കാലത്തിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. മാറിയതേ നിന്നെ പോലെയുള്ളവരാ. എനിക്ക് ഓർമ്മയുണ്ടോ ആശേ, ശ്രീകൃഷ്ണവിലാസം കാവ്യത്തിലെ സുകുമാരനെയും ഗുരുവിനെയും കുറിച്ചുള്ള കഥ കേൾക്കാൻ വേണ്ടിയിട്ട് നീ എൻ്റെ പിന്നാലെ നടന്നത്? അതേ ഗുരുക്കന്മാര് തന്നെയാണ് ഇന്നും അറിവിൻ്റെ വെളിച്ചമായി തീരുന്നത്. വേഷഭൂഷങ്ങളിൽ മാത്രമേ മാറ്റം സംഭവിച്ചിട്ടുള്ളൂ. അറിവ് പകർന്നു കൊടുക്കുന്നതിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എന്ത് മുത്തശ്ശി, ശ്രീകൃഷ്ണവിലാസമോ സുകുമാരൻ കവിയോ? ധാരാ മുത്തശ്ശി, പറീ. ഓ, ഞാൻ ടീച്ചറെ വിളിക്കുന്നില്ല അമ്മേ. നിങ്ങൾ ഇവിടെ ഇരുന്ന് കഥ പറ, എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്. ഓ, തുടങ്ങി മുത്തശ്ശിയുടെ ഒരു സാരോപദേശം. ശരി, കഥ കേൾക്കേണ്ട പ്രായമാണ് നിന്റേത്. കുട്ടികൾ നല്ല കഥകൾ കേട്ട് വളരണം. ഇന്നാർക്കാ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ നേരം? ഫ്ലാറ്റിലെ ഇടുങ്ങിയ മുറിയിൽ അപ്പൂപ്പനുണ്ടേൽ ഫോണിൽ, അമ്മൂമ്മയാണെങ്കിലോ TV സീരിയലിന് മുന്നിലും, പിന്നെ അമ്മമാരാണെങ്കിലോ സ്കൂൾ ഗ്രൂപ്പ്, കോളേജ് ഗ്രൂപ്പ്, പാഷൻ ഗ്രൂപ്പ് തുടങ്ങിയ എന്തെന്നാണപ്പാ വായിച്ചപ്പാ ഫേസ്ബുക്കാ, അതിലല്ലേ മുഴുവൻ സമയവും. അവർക്കേ കഥയില്ല. പിന്നല്ലേ, വാ മോനെ, നിനക്ക് ഞാൻ കഥ പറഞ്ഞു തരാം. വാ മമ്മേ, എനിക്ക് കഥ പറഞ്ഞു താ. ഇവിടെ ഇരിക്ക്. പണ്ട് പണ്ട് ഒരാശ്രമത്തിൽ ഒരു ഗുരു കുറേ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു.